ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. ബാക്കിലേക്ക് വാതിലിങ്ങനെ തുറന്ന് എവിടെയായാലും ഫ്രണ്ടിലായാലും ചെടുത്തോട്ടോ, ഇതൊക്കെ സൈഡിൽ മാത്രമാണ് ഇത്തിരി മോശമായി നിൽക്കുന്നത്. അവിടെ എന്തായാലും ക്ലീൻ ആക്കണം. അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പേരി പ്രഷർ ചീര തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൂടി ഒരു വീഡിയോയിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ മുട്ട പുഴുങ്ങാൻ ആദ്യം വെച്ചിട്ട് ബാക്കിയുള്ള തുടങ്ങാമെന്ന് വിചാരിച്ചു. മുട്ട കുക്കറിലേക്ക് ഇട്ട് ഒരു ഇത്തിരി ഉപ്പ് വെള്ളം ഒഴിച്ചും കാട്ട് ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ തുറന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം അതങ്ങനെ വെച്ചു. പിന്നെ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ണി വേവായിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കാരണം ഇത് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. കാരണം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. ഉള്ളി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിലേക്ക് ഇട്ടാൽ പ്രഷർ ചീര വയ്ക്കണമെന്ന് പറയില്ലേ, തോരൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ. ഞാൻ ശരിക്കും നമ്മുടെ ചീരയിലൊക്കെ വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനൊരു ഇത്തിരി വെളുത്തുള്ളിയും കൂടി ചേർക്കും. അത് അരിഞ്ഞ് ചതച്ചും കണ്ടിട്ട് പോണ വഴിക്ക് നല്ലൊരു വീഴ്ച വീണു കേട്ടോ. അവിടെ ഇരുന്നു കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഒഴിഞ്ഞ് എഴുന്നേറ്റു. ആരും കാണാനില്ല, ആരും വിളിക്കാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ പിന്നെ പതുക്കെ എഴുന്നേറ്റു കേട്ടോ. വന്ന് ക്യാമറ ഓഫ് ചെയ്ത് പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോഴേക്കും ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഫ്രിഡ്ജ് ഞാനത് എന്താ പറയുക, ഐസ് കട്ടലിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് അമർത്തില്ലേ, അത് അമർത്തിയ കാരണം കൊണ്ട് പാല് കേടായിപ്പോയി. അപ്പം ഞാനിനി അത് ശരിയായിട്ട് പാല് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പാല് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കേടായി പോകല്ലേ. ഒരു കവറ് പാലൊന്നും നമ്മൾ ഒരു ദിവസം എടുക്കില്ലല്ലോ. ഒരു കവറ് പാല് 3 ദിവസമൊക്കെ ആവുള്ളൂ എനിക്ക് വേണ്ടി വരിക കേട്ടോ. ചായയിലും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചു. പിന്നെ വേഗം ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മഞ്ഞപ്പൊടി നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മളെല്ലാ കറികളിലും എത്തിച്ച് മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ. ശ്രീകുട്ടനൊക്കെ ചുമയൊക്കെ നിൽക്കാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാത്തിലും മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഇത്തിരി അധികം ഇട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി കൂടാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഏറെക്കുറെ എല്ലാത്തിലും ഞാൻ മഞ്ഞപ്പൊടി ചേർക്കും. ബാക്കി പകുതി ചീര എടുത്തോളൂ കേട്ടോ. കൂടുതലായി ഈ ചീര അരിഞ്ഞ് വെച്ചത് ഞാൻ മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പറമ്പിലുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി വയ്ക്കാനുള്ളത് ഉണ്ട്. ബാക്കിയുള്ളത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ മസാല ബോക്സ് ഒന്ന് നിറയ്ക്കാനുണ്ടായിരുന്നു, അതും വേഗം ഒന്ന് നിറച്ച് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കണ നേരത്തെ അതിലില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഓരോ പാത്രങ്ങൾ എടുക്കാനെന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിടർത്തിയിട്ട് കുറച്ചും കൂടി നേരം ഒന്ന് ആക്കിയെടുത്തു കേട്ടോ. പിന്നെ കുത്തുമുളക് പൊടിച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു, അതൊരു ടിന്നിലാക്കി വെച്ചു. പിന്നെ നാളികേരം ചെരുകിയത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് നാളികേരം ഇടുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നാറ്. കൂട്ടുകാർ എങ്ങനെയാണെന്ന് കമൻറ്റ് എഴുതിക്കോളൂ കേട്ടോ. ചീരയിൽ ചെറുപ്പത്തിലൊന്നും എനിക്ക് ചീരയിൽ നാളികേരമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. പിന്നെ ഞാൻ വേഗം ചായ പകർത്തി ചായ കുടിക്കലും ഉമർത്തിരുന്ന് ചേട്ടൻ ചെടി നനയ്ക്കാനും വെള്ളം കൊണ്ടുവരാനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പിന്നാലെ ക്യാമറ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമില്ല. പിന്നെ മുട്ടക്കറിയിലേക്ക് ഇരുമ്പമ്പുളി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുമ്പമ്പുളി പൊട്ടിക്കാൻ വന്നു. അത്യാവശ്യമൊക്കെ മൂത്തു കേട്ടോ, കുറച്ചേ കിട്ടിയുള്ളൂ. മാങ്ങയൊക്കെ ചനച്ചു, അത് കാരണം മാങ്ങ ഇടാൻ പറ്റില്ല. എനിക്ക് മാങ്ങ ഇരുമ്പമ്പുളിയൊക്കെ ഇട്ട് വയ്ക്കേണ്ടതാണ് കൂടുതലിഷ്ടം. ഇല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുടംപുളി ഇട്ട് വയ്ക്കുക. നമ്മൾ ചിലവരെങ്കിലും ചോദിക്കും, കുറേ കമൻറ്റൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, മുട്ടക്കറി മീൻകറി പോലെ തന്നെ വയ്ക്കും കേട്ടോ. മുട്ട എടുത്തിട്ട് മീൻകറി എങ്ങനെയാണോ വയ്ക്കുക അതുപോലെ തന്നെ മുട്ടക്കറിയും വയ്ക്കും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. പിന്നെ ഞാൻ ഇതകത്ത് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ചായ കുടിക്കാം. പിന്നെ ആ ഇരുമ്പമ്പുളി അവിടെ ഇരുന്ന് അങ്ങോട്ട് അരിയാലോ. ചായ കുടിയും ഇരുമ്പമ്പുളി അരിയലും ഒക്കെ കഴിയും. ചേട്ടൻ്റെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനിടയ്ക്ക് ചേട്ടൻ ചായ ഒരു വായൊക്കെ എടുത്ത് കുടിച്ചിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുടിച്ചു കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുമുണ്ടല്ലോ ചെമ്പരത്തിയുമൊക്കെ കിളിക്കൂടുണ്ട്, കുഞ്ഞ് കിളിക്കൂടുണ്ടല്ലോ, ആ കിളിക്കൂടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ അരിഞ്ഞ് വന്നു, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയിൽ ജാറെടുത്ത് കുറച്ച് നാളികേരം, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ മൂപ്പിച്ച് പാല് പിഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നാറ് തേങ്ങ ചിരകി ഇത് അരച്ചിട്ട് ചേർക്കേണ്ട പെട്ടെന്ന്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണ്.
അപ്പോൾ അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇരുമ്പുളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ അരച്ച വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തു. അതിലേക്ക് ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുള്ളൂ, എന്നാലും അതങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. രാത്രി വരുമ്പോൾ അടുക്കള കിടക്കുന്ന കാണാണ്ടല്ലോ, ആകെ വൃത്തികേടായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഒക്കെ വൃത്തിയാക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ദിവസമൊന്നും എനിക്ക് സാധിക്കാറില്ല, ഏറെക്കുറെ ദിവസങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചേട്ടൻ്റെ ചോറ് മാത്രം അവിടെ കഴുകില്ല, ഇവിടെയാണ് വന്നിട്ട് കഴുകുക. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സോപ്പിട്ട് തേച്ച് ചോറ് പകർത്തി കൊടുക്കേണ്ടത് ഞാനാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, ചേട്ടന് ചോറ് പകർത്തി കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ആ ഒരു നേരം കൊണ്ട് തന്നെ നമ്മുടെ നാളികേര അരച്ചൊഴിച്ചതും ഒക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തിളച്ചു കേട്ടോ. പിന്നെ എനിക്ക് മുട്ട മുറിച്ചിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇഷ്ടം. മുഴുവനായിട്ടുള്ള മുട്ടക്കറിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ടക്കറിക്ക് ഒരു ഫ്ലേവർ ഇല്ലാത്ത ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും മുട്ട മുറിച്ചിടുക. 2-3 പ്രാവശ്യം ഞാൻ മുഴുവനായിട്ടൊക്കെ ഇട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു, അമ്മ ഇനി മുട്ട അങ്ങനെ ഇടണ്ട, മുറിച്ചിടുമ്പോഴാണ് നല്ല മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് തിളച്ചിട്ടുണ്ടായിരുന്നില്ല, മുട്ടയൊക്കെ തോല് പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. ചേട്ടൻ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കയ്പക്കായ വേറെ സ്ഥലത്ത് മുളച്ചിട്ടുണ്ട്. പിന്നെ അവിടെ താഴേക്ക് കെട്ടിയത് മുറിഞ്ഞ് താഴത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ചേട്ടനെ കൊണ്ട് ശരിയാക്കിക്കണം, അല്ലെങ്കിൽ കയ്പയ്ക്ക് കയറാൻ വഴി ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ചിരക്കയും കുമ്പളങ്ങയും ഒക്കെ മുളച്ചിട്ടുണ്ട്. അതിനെ താഴത്ത് നടാണ്ട് അതിനൊരു ഉഷാറില്ല. ഇനിയിപ്പോൾ അടുത്ത സൺഡേയിൽ തന്നെയല്ലേ പറ്റുള്ളൂ. രാവിലെ ശ്രമിച്ച് നോക്കും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നടേണ്ടതൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഏറെക്കുറെയൊക്കെ സൺഡേയിലേക്ക് ആക്കിയാണ് ഞാൻ വെക്കുക. അങ്ങനെ അഴക്കൊക്കെ കെട്ടി നേരം കൊണ്ട് ഞാനും നനച്ചു. വെറുതെ പൈപ്പ് കിടന്ന് വെള്ളം പോകണ്ടല്ലോ, അപ്പോൾ വേഗം ഞാനും നനച്ചു കേട്ടോ. ചേട്ടൻ്റെ ചെറിയൊരു ചരടും കൂടി ചേർത്ത് അത് കെട്ടി. തുണികൾ വിരിക്കാനോ ഒന്നല്ല, നമ്മുടെ കയ്പയ്ക്ക പടരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അഴയ്ക്ക് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ വലിച്ചു ദൂരെ കളഞ്ഞാൽ. അങ്ങനെ അത് കെട്ടലൊക്കെ കഴിഞ്ഞ് വേഗം അടുക്കളയിലേക്ക് പോന്നു. അടുക്കളയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ ഈ ചേട്ടന് 7 മണി 7:15 ആകുമ്പോഴേക്കും പോകണം കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ആക്കണ്ടേ. അപ്പോൾ ചോറ് മാത്രം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള ഉള്ളി അരിഞ്ഞെടുത്തു. അതിനിടയ്ക്ക് ചേട്ടൻ മുട്ട തോല് പൊളിച്ച് തന്നു കേട്ടോ. പിന്നെ അതൊന്ന് മുറിച്ച് ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഇട്ടു. പിന്നെ വേഗം ഉള്ളി അരിഞ്ഞും കണ്ടിട്ട് വേറൊരു ചെറിയ ചീനച്ചട്ടിയിലാക്കി അപ്പുറത്ത് അടുപ്പത്തും വെച്ചു. അപ്പോൾ രണ്ടും ഒപ്പത്തിനൊപ്പം പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും ആകെ ഒരു ജഗ പുകയാണ് അല്ലേ. രാവിലെ നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എനിക്ക് പിന്നെ യൂട്യൂബും കൂടി ഉള്ള കാരണം പറയാനില്ലല്ലോ. ഷോർട്ട് വീഡിയോ ഒക്കെ രാവിലെ എടുക്കാനും ഉണ്ടാവും, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇന്നും ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഉള്ളി കാച്ചി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ കറിക്ക് ചുവപ്പ് കളർ കുറവാണെങ്കിൽ ഒരിത്തിരി മുളകും കൂടി അതിൻ്റെ കൂടെ മൂപ്പിച്ചിട്ട് ചേർക്കാം. ചേട്ടൻ എന്താ ബസ്സിനുള്ള പൈസയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ വേഗം എടുത്തോണ്ട് പരിശോധിക്കലാണ്. അതിനിടയ്ക്ക് ഒരു കീറിയ നോട്ടും തന്നു കേട്ടോ. ചേട്ടൻ എപ്പോഴും ബസ്സുകാരുണ്ടല്ലോ കീറിയ നോട്ട് കൊടുക്കും, 10ൻ്റെ ആയാലും. ഇന്നത്തെ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല, ചെറിയൊരു കീറലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 10ൻ്റെയൊക്കെ പീസൊക്കെ ആയിട്ട് ചേട്ടനെ പറ്റിക്കും കേട്ടോ. ചേട്ടൻ ഈ പൈസ വാങ്ങിക്കുമ്പോൾ നോക്കാണ്ട് എന്താണെന്നറിയില്ല, എപ്പോഴും കീറിയ നോട്ടുകൾ കൊണ്ടുവരുന്ന കാണാം. ശ്രീകുട്ടൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു വണ്ടി ആവശ്യമില്ല, അച്ഛൻ കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ ഒരു ബൈക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ അവിടെ ഇരുന്നോട്ടെ, വരുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ, ചേട്ടൻ വരുമ്പോഴായാലും ബസ് ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിത്തോട്ടമൊക്കെ ഉഷാറായിട്ടിരിക്കുന്ന ഈ മണി പ്ലാന്റുകളൊക്കെ അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഷോർട്ട് വീഡിയോയിൽ കാണിക്കാൻ വരാനൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനുള്ള സാവകാശം കിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ തലേദിവസം പറമ്പ് വൃത്തിയാക്കിയതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ബാക്കിലും ഫ്രണ്ടിലൊക്കെ അടിപൊളിയായി, പക്ഷേ ഈ ഒരു സൈഡ് ആകെ ഇപ്പോഴും പുല്ല് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ചെത്തിക്കൂട്ടി റെഡിയാക്കി. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ചെടിത്തോട്ടം പണിയണമെന്ന്. നല്ല വലുപ്പത്തിൽ അവിടെ ഇവിടെ മാത്രം ചെടി വെച്ച് അങ്ങനെ അടിപൊളിയായിട്ട് പണിയാൻ പറ്റില്ല, ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. നടക്കുന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ എപ്പോഴും വെള്ളം ഒഴിക്കും കേട്ടോ. മറ്റുള്ളതിനൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ചേട്ടൻ നിന്ന് ചെത്തണ ഭാഗത്തു കൂടി വെള്ളം ഒഴിക്കും. അത് കാരണം പുല്ലൊക്കെ നല്ല കനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എന്താ ഈ റോഡ് സൈഡിലൊക്കെയാണ് പുല്ല് പറിക്കുന്നത്. ഇവിടെ പക്ഷേ പുല്ല് പറിക്കാൻ നല്ല എളുപ്പമാണെന്ന് വെച്ചാൽ ചേട്ടൻ വെള്ളം നനയ്ക്കണത് ഇവിടേക്ക് എത്തണില്ല. അപ്പോൾ അത് കാരണം പറിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട് കേട്ടോ. നല്ല എളുപ്പമുണ്ട് പുല്ല് പറിക്കാനായിട്ട്. പക്ഷേ ചേട്ടൻ നിൽക്കണോടത്ത് ഒട്ടും എളുപ്പമില്ല.
അതിനിടയ്ക്ക് ഒരു തുളസി തൈ നല്ലോണം വലിപ്പമായി കേട്ടോ. അപ്പോൾ അത് പറിച്ച് കളഞ്ഞ് വേറൊരു ചെറിയ തുളസി തൈ അവിടെ നട്ടു. പിന്നെ നമ്മുടെ ആ ഒരു പന പോലത്തെ ഇങ്ങനെ താഴത്തേക്ക് വീണ് കിടക്കാറുന്നു. ചേട്ടാ അതും വെച്ചൊക്കെ കെട്ടി. പിന്നെ ഒരു നീല പൂ ഉണ്ടാവുന്ന ഒരു കോളാമ്പി പൂ പോലത്തെ ഒരു ചെടി ഉണ്ടല്ലോ, കാട്ടുചെടിയാണ് അത്. പക്ഷേ നിറയെ പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് തന്നെ റോഡരിയത്ത് കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ച് കളയണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഈ പ്ലെയിൻ ആയിട്ട് കിടക്കണ ഭാഗം ഉണ്ടല്ലോ, അവിടെ അങ്ങോട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെടിത്തോട്ടം, ഈ ഒരു ചെടിത്തോട്ടമാണ് ശരിക്കും പറയാമെന്ന് വെച്ചാൽ നല്ല ഭംഗിയിൽ വന്നേക്കുന്നത്. മറ്റേ ചെടിത്തോട്ടം അത് അത്ര അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ ഈ പടി ഇങ്ങോട്ട് കയറി വരുന്നിടത്തും ഒക്കെ ഞാൻ പുല്ല് പറിച്ചു. പിന്നെ ഇതാ ഇത്രയ്ക്ക് പുല്ലുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും കൂടി അതൊക്കെ എടുത്തുകൊണ്ട് പോയി ഇങ്ങോട്ട് അപ്പുറത്ത് കൊണ്ടിട്ടു കേട്ടോ. പിന്നെ എനിക്ക് മറ്റേ സൈഡിലും പുല്ല് പറിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ കാച്ചണതാണ്. ചെറുപ്പത്തിൽ എനിക്ക് കുറേ കിട്ടാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടിയില്ല. ഇന്ന് എനിക്കത് കിട്ടിയപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ. വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ എനിക്ക് നീർക്കെട്ട് വരും. അപ്പം ഞാൻ ശ്രീകുട്ടന് വെളിച്ചെണ്ണ കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കഞ്ഞുണ്ണിയും ചെമ്പരത്തിയും തുളസിയിലും ഒക്കെ പൊട്ടിച്ച് വെച്ചു. ഇനി കുറച്ച് അതിൽ മൈലാഞ്ചിയും കൂടിയും ചേർത്താൽ നല്ലതാണ് കേട്ടോ, മുടിയൊക്കെ നരയ്ക്കണതിനുണ്ടെങ്കിൽ. ഇതാണ് കഞ്ഞുണ്ണി. നമ്മുടെ ഇന്ദുലേഖന പരസ്യത്തിൽ ഭൃംഗരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭൃംഗരാജൻ എന്താണ്, ഇനി വേറെ വല്ല ഭൃംഗരാജൻ ഉണ്ടോയെന്ന് അറിയില്ല. കാണുമ്പോൾ അതും ഇതൊക്കെ സെയിമാണ് കേട്ടോ. ചേട്ടൻ ദേ അവിടെ ചെടികൾ ഒന്നും കൂടി ഉറപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ബാക്കി ഇവിടുത്തെ പുല്ല് പറിക്കാനായിട്ട് വന്നു. ചേട്ടനും ആ സൈഡിൽ തന്നെ പുല്ല് പറിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാളും കൂടി നിൽക്കുമ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ്. ഒറ്റയ്ക്കായണേ പുല്ല് പറിക്കാനും ഒന്നും നമുക്ക് തോന്നില്ല, അവിടെ പോയി കിടക്കാനേ തോന്നുള്ളൂ കേട്ടോ. ചേട്ടാ അതിനിടയ്ക്ക് ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുല്ലൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. വയ്യാന്ന് പറഞ്ഞ് അവിടെ കിടന്നു. തീരെ പറ്റാണ്ടാകുമ്പോൾ കൈയും കാലും കഴപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചേട്ടാ ഒരു ഇട ദിവസം ലീവ് എടുക്കുക. അപ്പോഴാണ് നമുക്ക് റെസ്റ്റ് കിട്ടുക. ഞാനുള്ള ദിവസം ചേട്ടൻ ലീവ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ആ പണിയെടുക്കുക ഈ പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അതാ നമ്മുടെ ഈ കിണറിൻ്റെ സൈഡിലും പുല്ല് ആദ്യം ഞാൻ മുറിച്ചൊക്കെ നോക്കി. പക്ഷേ അതിനേക്കാൾ എളുപ്പം പറിക്കണതാന്ന് തോന്നി. അങ്ങനെ പറിച്ചിട്ടു. ചേട്ടൻ്റെ ആ ഒരു പുല്ലൊക്കെ എടുത്ത് നമ്മുടെ വാഴയില കിടക്കുകയാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുല്ലിൻ്റെ തുമ്പത്തൊക്കെ ചിലപ്പോൾ മണ്ണുണ്ടാവും, അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ പാടം പോലെ ഇല്ലേ, ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു. സൺഡേയിലായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ എന്താ പറയുക, വീടിൻ്റെ ചുമരിനോട് ചേർന്ന ഭാഗത്ത് നിറയെ പുല്ലുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പറിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഒക്കെ ഭയങ്കര വെപ്രാളുണ്ട് കേട്ടോ, വേഗം കഴിക്കണ ആൾക്ക്. അപ്പോൾ ആൾ വന്ന് കുറേ പിച്ചി പറിച്ചൊക്കെ നോക്കി. പക്ഷേ രക്ഷയില്ല. കൈക്കോട്ടുകൊണ്ട് ചെത്തണ അത്രയും സുഖം നമ്മൾ കൈ കൊണ്ട് വലിക്കുമ്പോൾ നമ്മുടെ കയ്യും വേദനെടുക്കും. പിന്നെ ഈ വയറ് പോലത്തെയൊക്കെയാണ് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത വല്ലതും പറയുണ്ടാവും. എന്താ വെച്ചാൽ നല്ല ഉറക്കം വരുന്നുണ്ട് ഈ ശബ്ദം കൊടുക്കുമ്പോൾ. സമയം 10:30 ആയിട്ടുള്ളൂ. 10:30-11 മണിയോട് നടക്കണ്. പക്ഷേ എന്താവും, ഇന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർക്ക് മഴയൊക്കെ കിട്ടിയോ? കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.